രതീഷ് ഇപ്പൊ ലൈവില് പറഞ്ഞു കേട്ടൊരു കാര്യമാണ്. ജയിലിൽ കിടന്ന് ജിൻഡോയോടാണ് രതീഷ് സംസാരിക്കുന്നത്. ഈ ഒരു വിഷയത്തോടെ എനിക്ക് സുരേഷ് എന്ന വ്യക്തിയോട് അറപ്പും വെറുപ്പുമാണ്. ഇടയ്ക്ക് കണ്ടുകൊണ്ട് അയാൾ എന്നെ ആക്ഷൻ കാണിക്കും, വേറെന്തെങ്കിലും പ്രശ്നം അയാൾ ഇനി ഉണ്ടാക്കുമോ എന്നാണ് രതീഷ് ജിൻഡോയോട് പറയുന്നത്. ഇപ്പൊ സുരേഷ് ഇരുന്ന് നിഷാനയോടും അതേപോലെ തന്നെ ഷിജോയോടും ഒക്കെ പറയുന്നത് സ്ട്രെയിറ്റ് ഓപ്പോസിറ്റ് കാര്യമാണ്. ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹഗ് ചെയ്യാറൊക്കെ ഉണ്ട്, വാട്സ് എ ബിഗ് ഡീൽ, അയാളാണ് പ്രശ്നം ഉണ്ടാക്കിയത്, എന്നിട്ട് ഇപ്പോൾ ഡാമേജ് കൺട്രോൾ ആണ് എന്നാ. ഈ ഒരു വിഷയത്തില് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ രതീഷിന്റെ ഭാഗത്ത് ഒരു തെറ്റും കാണുന്നില്ല. സത്യമായിട്ടും ഹൗസിലെ എല്ലാവരും ഇരിക്കുന്ന സദസ്സിൽ ഇത് എടുത്തിട്ട് സീനാക്കിയത് സുരേഷാണ്. ഇന്നും ഇതൊരു സീനാക്കിയത് സുരേഷ് തന്നെയാണ്. അൻസിബയാണ് ഈ ഒരു വിഷയം എടുത്തിട്ട് സീനാക്കിയത് സുരേഷാണ്. പിന്നെ ഷിജോയൊക്കെ ഏറ്റുപിടിക്കുകയായിരുന്നു. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആരും ഇങ്ങനെയുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ എടുത്തു പിടിച്ച് കണ്ടന്റ് ഉണ്ടാക്കില്ല. രതീഷ് ഇപ്പൊ പോലും പറയുകയുണ്ടായി, എനിക്ക് അയാളെ പേടിയാണ്, സെക്ഷൽ ഹറാസ്മെന്റ് എന്നൊക്കെ പറഞ്ഞാണ് അയാള് ഇതൊരു കണ്ടന്റ് ആക്കിയത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറയുന്നത് വളരെ ന്യായമായ കാര്യമാണ്. ഒരു ബ്രദർഹുഡ് എന്ന നിലയിൽ കെട്ടിപ്പിടിച്ചപ്പോ പോലും അതേ കയറി പിടിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരാളെ പേടിക്കുക തന്നെ ചെയ്യണം. ഇതൊക്കെ ഞാൻ പറയുമ്പോ എന്നെ പിടിച്ച് രതീഷ് ഫാൻ ആക്കരുത്. രതീഷിനെയും ഞാൻ വിമർശിക്കും, പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞാൻ രതീഷിന്റെ ഭാഗത്ത് തന്നെയാണ്. സുരേഷാണ് ഇതിനെ ഒരു കണ്ടന്റ് ബേസിസിൽ കാണാൻ ശ്രമിക്കുന്നത്.